വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജാണിത്. രണ്ടാമത്തെ നിലയിൽ ലിവിങ്ങിൽ നിന്ന് ഔട്ട്സൈഡ് വാളിലേക്ക് ഒരു വലിയ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് നടന്നു വരാനായിട്ടാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഹാൻഡ് റെയിൽ നമ്മൾ നേരത്തെ താഴെ കണ്ടു. ആ ഹാൻഡ് റെയിലിന്റെ അതേ രീതിയിൽ തന്നെ ഈ ട്രയാങ്കിൾ ഷേപ്പിൽ GI ഉപയോഗിച്ച്, കാരണം GI ഉപയോഗിക്കുമ്പോൾ രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, കോസ്റ്റ് പൊതുവെ കുറവായിരിക്കും. പിന്നെ കാണാൻ ആ GIയിൽ ഒരു പൗഡർ കോട്ട് മാറ്റി ചെയ്യുമ്പോൾ, ബ്ലാക്ക് മാറ്റി ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. അതിലൂടെ വരുമ്പോൾ അവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ്. റീഡിംഗ് ഏരിയ ആയിട്ട് ഉപയോഗിച്ചാലും പുറത്തുനിന്ന് യഥേഷ്ടം കാറ്റും വെളിച്ചവും അകത്തേക്ക് കയറും. അപ്പോൾ ആ തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് ഉപയോഗിക്കാം. ഈ ഭാഗത്ത് ഒരു ബാൽക്കണി ക്രമീകരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയാണ്. ഇവിടെ ഇരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് വെറുതെ ഇരിക്കാൻ നല്ല രസമാണ്. അതല്ലാതെ എനിക്ക് ഇവിടെ കണ്ട ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റും ഉണ്ട്. അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലമായിട്ട് എനിക്ക് തോന്നി. ഈ ചെടിയൊക്കെ ഇങ്ങനെ കിളിച്ച് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഇവിടെ നിൽക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല രസമായിരിക്കും. നല്ല ഒരു ആംബിയൻസ് ആയിട്ടാണ് ഇവിടുത്തെ ബാൽക്കണി. നേരത്തെ താഴെ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു വാളില് ഒരു വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്ത് നല്ലൊരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. ഇവിടുത്തെ റൂഫും കണ്ടാ അറിയാം, ഇവരെന്തോ ഒരു പ്രത്യേകത അടിച്ച ഒരു പോളിഷ് ചെയ്ത ഒരു റൂഫാണ്. എല്ലാം നല്ല റോ ഫീലിലുള്ള ഒരു സംഭവമാണ്.